ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി ഇഫ്താർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പ്ലം കേക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണിത് ചെയ്തെടുക്കുകയെന്ന്. അപ്പോൾ ഈ കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം സമം അളവിലാണ് എടുക്കുന്നത്. മുട്ടയും പഞ്ചസാരയും സമം അളവ്. ഇവിടെ ചെറിയൊരു ബൗളിന് സമമായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മുട്ടയും പഞ്ചസാരയും ഒന്ന് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മുട്ട പഞ്ചസാര മിക്സ് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് അതേ ചെറിയ ബൗളിൻ്റെ അളവിൽ തന്നെ ഒരു ചെറിയ ബൗള് വെർജിൻ കോക്കനട്ട് ഓയിലാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ചേർത്തതിന് ശേഷം അതിനെ അവിടെ മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മളുടെ അതേ ബൗളിൻ്റെ അളവിൽ തന്നെ മൈദപ്പൊടി എടുക്കുക, നമ്മുടെ പ്ലെയിൻ ഫ്ലവർ. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. അതിനെ നമ്മൾ നേരത്തെ കലക്കി വെച്ച മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ്. നമ്മൾ എഗ് ബീറ്റർ എന്ന് പറയുന്ന സാധനം നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. എഗ് ബീറ്ററും ഓവനും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. വെറും നമ്മുടെ ഉള്ള സംഭവങ്ങൾ, നമ്മുടെ വീട്ടിലുള്ള സ്റ്റൗവും പിന്നെ സ്പൂണ്, മിക്സി, ഇങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. നമ്മൾ സ്പൂണും കൊണ്ട് തന്നെ ലംസ് ഒന്നും ഇല്ലാണ്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടിയത് കാരമൽ മിക്സാണ്. ഈ കാരമൽ മിക്സിൽ നമ്മൾ ചേർത്തിരിക്കുന്ന സാധനങ്ങൾ കാരമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചസാര കരിച്ചൊഴിച്ചത്, അതേപോലെ വൈൻ, പിന്നെ കുറച്ച് നട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. വാൾനട്ട്സ് ആകാം, ബദാം ആകാം. ഇതിലിപ്പോൾ നമ്മൾ ബ്ലൂബെറി, പിന്നെ കാഷ്യൂ നട്ട്സ്, മുന്തിരി, അങ്ങനെയുള്ള നട്ട്സാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ കേക്ക് മിക്സിലോട്ട് നമുക്ക് ഒരു ലേശം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ. അതിനുശേഷം നമ്മളുടെ കാരമൽ മിക്സിനെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആദ്യം നമുക്ക് എടുക്കാം. ഇപ്പം നമ്മളുടെ കേക്ക് മിക്സ് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റീൽ ചരുവത്തിലാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ ചരുവം എടുക്കുക. അതിനകം നന്നായിട്ട് ഓയിൽ തൂത്ത് നമ്മുടെ മൈദപ്പൊടി ഇട്ട് നന്നായിട്ട് ഡസ്റ്റ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണ തേച്ചിട്ട് നമ്മുടെ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുക, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മളിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് മിക്സിനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് ഉപ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിനെ ഒന്ന് ചൂടാകാൻ വേണ്ടി വെക്കുക. നമ്മുടെ ഉപ്പൊന്ന് ചൂടായി വന്ന ശേഷം നമ്മുടെ കുക്കർ അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, വാഷർ ഇടാൻ പാടില്ല. അതേപോലെ വെയിറ്റ് ഇറക്കി വെക്കാവുന്നതാണ്. ജസ്റ്റ് അടപ്പ് വെച്ചിട്ട് അടയ്ക്കുക. ഒരു 40 മിനിറ്റ് അതങ്ങനെ ഇരിക്കണം. അപ്പം 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ കേക്ക് നമ്മൾ വെളിയിലെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ കേക്ക് നല്ല റെഡിയായി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് കൂളാകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം വെക്കാം. അതിനുശേഷം ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് മുറിക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ കേക്ക് കൂളായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിനെ ഒരു റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ മോൾഡിൽ നിന്ന് മാറ്റുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ കേക്ക് പകുതിക്ക് വെച്ചിട്ട് മുറിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായി കൂളായതിന് ശേഷം നമുക്കതിനെ വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്കതിനെ മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് നമ്മളുടെ ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ പ്ലം കേക്ക് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ടൂൾസ് വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അല്ലാതെ നമ്മളൊരു എഗ് ബീറ്ററോ അല്ലെങ്കിൽ ഒരു ഓവനോ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സംഭവമാണ്. അപ്പം ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ ഇതായിക്കോട്ടെ അല്ലേ. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും ഷെയർ ചെയ്യുക. അടുത്തൊരു അടിപൊളി എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.